ഇജാറത്ത് ദിമ്മത്തിലുള്ള ഇജാറത്തിന് എന്താകും? ജായിസാകും. മംഫഅത്തിന് വേഗം കൊടുക്കാം. മംഫഅത്തിന് പെട്ടെന്ന് എന്ത് ചെയ്യാവന് പൂർത്തിയാക്കിയെടുക്കാം. യജൂസ് ജായിസാകുന്നതാണ്. ഈ പിള്ളേരുടെ പാഠത്തിലുള്ളത് യജൂസ് ജായിസാകും. യജൂസ് തഅജീൽ ഉജറത്തി എന്നല്ലേ? ഇജാറത്ത് ദിമ്മത്തിൽ ജായിസാകും. മംഫഅത്തിനെ വേഗത്തിൽ എടുക്കാം. അവധിയെ പിന്നെ കുറച്ച് കഴിഞ്ഞു കൊടുക്കാം. വേണ്ട? യജൂസ് തഅജീലുൽ ഉജ്റത്തി എന്നല്ലേടാ? പിന്നെ തഅജീലുൽ മംഫഅത്തി, മംഫഅത്തിനെ വേഗത്തിൽ എടുക്കാം. തഅജീലു കുറച്ച് കഴിഞ്ഞു കൊടുക്കാം. ഐൻതലിബത്തുൽ ഐനുൽ മുസ്തഅജർ, വായ്പ എടുക്കപ്പെട്ട സാധനം നശിച്ചു പോയാൽ ഇൻഫസഖത്ത് എടാ നീ ഇജാറത്ത് പോയി, അത് പൊളിഞ്ഞു പോയി. ഫിൽ മുസ്തഖ്ബിൽ വൈൻ തഅയ്യനത്ത് എന്നാ തഅയ്യബത്തെന്നായിരിക്കും തെറ്റാ. വൈൻ തഅയ്യബത്ത് ആ സാധനം എന്താ അയ്ബായിപ്പോയാൽ തഖയ്യറ അവൻ ഇഷ്ടം പോലെ എങ്കാനത്തിൽ ഇജാറത്ത് ബിദിബത്ത് ഞാനൊക്കെ പോയി. ഇജാറത്ത് ആയാൽ ഇതിമത്തിലായാലും അടാ ഇജാറത്ത് പൊളിച്ചില്ല, വേറെ കൊടുത്താൽ മതിയല്ല. ഇത്ര മാസം ഏപ്രിൽ 20 ഇന്നോവ കാർ വാടകയ്ക്കെടുത്തേക്കാണ്. 10 ചോദിച്ചു വെച്ചേക്ക്. 15 ആ കാർ ഇടിച്ചു പോയി. വേറെ കൊടുത്താൽ മതിയല്ല. ഇജാറത്ത് ബാത്തിലാക്കണ്ടല്ലോന്ന്. തലിബത്തിൽ അതിനുള്ളത്തി ഇൻകാനത്ത് ഇജാറത്ത് ബിദിമ്മത്തിലായാലേ ഖിയാറുമില്ല, തെരഞ്ഞെടുക്കേണ്ട. പിന്നെന്താണ്? ബല്ലഹു അവന് ജായിസാണ് തൊലബ് ബദില്, അതിന്റെ ബദില് തേടാം. ലിയസ്തൗഫിയൽ മംഫഅത്ത, മംഫഅത്തിനെ പൂർത്തിയാക്കാൻ. തലിബത്തിൽ ഐനുല്ലത്തി യുസ്തൂജിറ അലൽ അമലി ഫീഹാ ഫീ യദിൽ അജീർ, ആ സാധനം ഉപയോഗിച്ചുകൊണ്ടിരിക്കവേ കൂലിക്കെടുത്തവന്റെ കയ്യിൽ വെച്ച് അതിന് അപകടം സംഭവിച്ചു നശിച്ചു പോയാല് തലിബത്തിലായിരുന്നു സാധനം നശിച്ചു. അല്ലത്തി എങ്ങനത്തെ സാധനമാണ്? ഉസ്തൂജിറ അതിനെ വായ്പ എടുക്കുക, കൂലിക്കെടുക്കപ്പെട്ടു. അലൽ അമലിന്റെ മേൽ ജോലി ചെയ്യാൻ വേണ്ടി കൂലിക്കെടുത്താണ്. അതിലെ ആരെ കയ്യിൽ വെച്ച് ഏതിൽ അജീരി അജീറിന്റെ കയ്യിൽ വെച്ച് നശിച്ചുപോയി. അല്ലെങ്കിൽ അവിൽ അയിനുൽ മുസ്തഅജറത്തായ സാധനം നശിച്ചു പോയി. ഏതിൽ മുസ്തഅജിരി മുസ്തഅജിറിന്റെ കയ്യിൽ വെച്ച് തന്നെ എന്തായിപ്പോയി? ഞാനൊരു സാധനം വാടകയ്ക്കെടുത്തു കൊണ്ടുവന്നു, എന്നിട്ട് ഞാൻ കൃഷിക്കാരനെ ഏൽപ്പിച്ചു. കൃഷിക്കാരന്റെ കയ്യിൽ നിന്നും അത് അപകടം പറ്റി നശിച്ചുപോയി. അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവരുമ്പോൾ തന്നെ എന്റെ കയ്യിൽ നിന്ന് പോയി. അല്ല നശിച്ചുപോയി. വിരാവിധുവാനും കൂടാതെ തന്നെ. എന്നാൽ അമ്മ ഉത്തരവാദിയാവില്ല. ഇതിന് നമ്മൾ ഉത്തരവാദി നമ്മളും ചെയ്തില്ലല്ലോ. വൈമാറ്റാനും മരിച്ചുപോയാലോ? അഹദുൽ മുത്തക്കാലിബൈനി അല്ല മുത്തക്കാലിബൈനി എന്തോടെ വായിക്കുന്നു? അഹദുൽ മുത്തക്കാലിബൈനി അഹദുൽ മുത്തക്കാലിബൈനി ഒരാൾ നശിച്ചു മരിച്ചുപോയാലോ? ഏത് ഹാലിൽ വല്ലൈനു സാധനം അൽ മുസ്തഅജറത്തു മുസ്തഅജറത്തായ സാധനം ബാക്കിയത്തിനുള്ള ബാക്കിയുമുണ്ടെങ്കിൽ ഇജാറത്ത് പൊളിയുകയില്ല.
വൈനങ്കാലത്തിൽ മുദ്ദത്ത് അവന് അവന്റെ അവകാശികളെ തമ്മിലാവും. പിന്നെ അതിന്റെ വൈനങ്കാലത്തിൽ മുദ്ദത്തു കാലം സമയം കഴിഞ്ഞാല് ഇത്ര മാസത്തേക്കും പറഞ്ഞ വാടകയ്ക്കെടുത്തത് കൂലിക്കെടുത്തത് അവർ ദാനം കൊണ്ടു കൊടുക്കണം. ലസിമൽ മുസ്തജിറ കൂലിക്കെടുത്തവന് നിർബന്ധമാകും റദ്ദുൽ ഇനി സാധനം മടക്കി കൊടുക്കണം. മാലൈ അവന്റെ മേലാണ് മൂനത്തുർ റദ്ദി മടക്കലിന്റെ ചെലവ് തന്നെയാണ്. വണ്ടി വാടകയ്ക്കെടുത്തവന് അവിടെ വരെ കൊണ്ടു കൊടുക്കണമെങ്കിൽ ഡീസൽ ഇരിക്കണമല്ല, അതിന്റെ ചെലവ് നമ്മൾ തന്നെ എടുക്കണം. ഇതാ ഉഖിദ അപ്പോൾ ഇത് അഖദ് നടത്തപ്പെട്ടു അലമുദ്ദത്തിൽ 3 മാസത്തേക്കെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ മംഫഅത്തൻമായി ഇന്നൊരു നേട്ടത്തിന് വേണ്ടി പ്രയോജനത്തിന് അങ്ങനെ ഇപ്പൊ സല്ലമല്ല അയിനങ്ങ് ഏൽപ്പിക്കുകയും ചെയ്തു. സാധനം കൊടുത്തു. മങ്കതത്തിൽ മുദ്ദത്ത് കഴിഞ്ഞു പോയി. ഔ സമാനൻ ഇസ്തിഫാൽ മംഫഅത്ത് എന്താ മംഫഅത്ത് പൂർത്തിയാക്കുന്ന സമയം കഴിഞ്ഞു പോയി. നമ്മൾ കൂലി കൊടുക്കേണ്ടി വരും. കാരണം ഇത്രയും സാധനം ഞാനൊരു സാധനം കൂലിക്ക് മേടിച്ചാണ്, ഞാൻ എടുത്തുകൊണ്ട് പോയിട്ടില്ല, അവിടെ വെച്ചേക്കുക. അവിടെ വെച്ചിരിക്കുമ്പം അയാൾക്ക് ഇനി വേറെ കൂലി കൊടുക്കാൻ പറ്റും. ഞാനെടുത്തേക്കില്ല, ഞാനാ സാധനം എടുത്തോണ്ട് പോയാൽ അതുമില്ല. അപ്പൊ അവിടെ തന്നെ വെച്ചിരിക്കുന്നു. അപ്പൊ അതിന് നഷ്ടപരിഹാരം കൊടുക്കണ്ട. അതാ പറഞ്ഞു സ്തഖ്റത്തിൽ ഉജറത്ത് പറഞ്ഞ കൂലി കൊടുത്തേ പറ്റും. വണ്ടി വാടകയ്ക്ക് എത്തിച്ച് ഇയാളെ കൊണ്ടുപോകാൻ ഞാൻ കൊണ്ടുപോയിച്ചില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇയാളോട് വന്ന് കരാറെഴുതി സാധനം ഇവിടെ ഉണ്ട്, സാധനം എടുത്തോണ്ട് പോകാം. ഇയാളെ കുരുത്തക്കളല്ലേ കൊണ്ടുപോകത്ത്. ഞാൻ എന്ത് ചെയ്യും? അല്ല ഇയാളിത് വാങ്ങിയില്ല എങ്കിൽ ഇയാളിത് കരാർ ചെയ്തില്ല, നമ്മൾ വേറെ ആളിന് കൊടുക്കും. ഇയാളെ കരാറിലല്ലേ ഇവിടെ നിൽക്കുന്നു. ഇയാൾ സാധനം ഉപയോഗിക്കാതെ ഞാനെന്ത് ചെയ്യാനാ? പൈസ എടുക്കണം എന്ന് പറയാം. തിരിഞ്ഞാ വജബ നിർബന്ധമാവുകയും ചെയ്തു. റദ്ദുല്ല ഇനി അതിനെ അങ്ങ് കൂട്ടി മടക്കി കൊടുക്കണം. ഇജാറത്തിൽ ഫാസിദത്തി ഫാസിദായ ഇജാറത്തിൽ സ്ഥിരമാകും. ഉജറത്തിൽ മിഥിൽ നിലവാര കൂലി കൊടുക്കേണ്ടി വരും. ഫാസിദായ ഇജാറത്ത് ഒന്നുകിൽ നമ്മൾ വണ്ടി വാടകയ്ക്കെടുത്ത കുട്ടിയുടെ ഇതാണ്, ജായിസു തസറുഫായവരിൽ നിന്നല്ല. അത് ശരിയാവില്ലല്ലോ, എന്നാൽ എന്റെ പൈസ കൊടുക്കേണ്ടി വരും. മനസ്സിലായില്ലേ? ഐദി യസ്തഖിറുൽ മുസമ്മ ഫി സഹീഹത്തി സഹീഹായ കാലത്തിൽ മുസമ്മ സ്ഥിരമാകുന്നിടത്ത് കൊടുക്കേണ്ടി വരും. ഫസ്ലുൻ ഇദാ ഖാല ഒരാൾ പറഞ്ഞു മൻ ബനാലി ഹൈതൻ ഫലഹു ദിർഹം ഔ മൻ റദ്ദലി ആബിഖി ഫലഹു കദാ. എന്താ എനിക്കൊരു വീടെടുത്തെന്നാൽ അയാൾക്ക് ഇത്ര റുപ്യുണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പോ അത് എടുത്ത് നോക്കണം എത്ര അയാൾക്ക് ചെലവാകുന്നു ഇല്ലേ. ഇത്ര റുപ്യ ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞു. ഞാൻ പൈസ കൊടുക്കണം. എത്ര പൈസ കൊടുത്താൽ കൂടുതൽ കൊടുക്കണം. എന്റെ വണ്ടി കാണാതെ നിങ്ങൾ എടുത്തോണ്ട് തരാം, എടുത്തോണ്ട് തരാം, എടുത്തോണ്ട് വന്നു. എത്ര പൈസ അപ്പൊ അവര് ചിലവോട് വണ്ടി എടുക്കാൻ പോയ ഒരുപാട് പൈസ അവർക്ക് ചിലവായി. നമ്മൾ പറഞ്ഞ എത്ര പൈസ? 1000 രൂപ. അവർക്ക് ചിലവായത് 2000 രൂപ. മനസ്സിലായില്ല? അതിന് കൊടുത്താൽ മതി. അത് അവരാദ്യം നോക്കിയിട്ട് നമ്മളെ നോക്കുക. തിരിഞ്ഞോ? എനിക്കൊരു വീടെടുക്കണം. എത്ര റുപ്യ? 5 ലക്ഷം രൂപ. സംഗതി 6 ലക്ഷം രൂപ എടുത്തപ്പോ നമ്മൾ 5 കൊടുത്താൽ നമ്മൾ ഇത്ര വരെ കരാർ എന്താ ഫലഹു കഥ എന്ന് പറഞ്ഞു. എന്നപ്പോ ആ പറഞ്ഞ ജുഹാലത്തിന്റെ സമ്മാനമാണ്. യുക്തബറുബിയ അതിൽ പൊറുക്കപ്പെടും. ജഹാലത്തുൽ അമലി അമൽ ഇത്രയാണെന്ന് അറിയായ്മ പൊറുക്കപ്പെടും. ദൂന ജഹാലത്തുൽ ഇവത് എത്രയാണെന്ന് അറിയണം. എനിക്കൊരു വീടെടുത്ത് കുറെ പൈസ അങ്ങനെയൊക്കാം, അതുപോലെ പറ്റും. മനസ്സിലായില്ല? അതുപോലെ പറ്റും. അപ്പൊ പമ്മൻ പന ഒരാൾ എടുത്താലോ അവർ റദ്ദാലി അല്ലാബിഖ അല്ലെങ്കിൽ വിളിച്ചോടി പോയി അടിമയെ പിടിച്ചോണ്ട് വന്നു. ഇപ്പൊ അടിമയില്ലാത്തോണ്ടാണ് ഞാൻ വാഹനം എന്ന് പറഞ്ഞത്. എന്നാ വലവ് ജമാഅത്തിന് ഒരുപാട് ആൾക്കാരത് കൊണ്ടുവന്നേക്കുന്നത്. എന്നാലും ഇസ്തഹഖൽ ജുഇല അപ്പറഞ്ഞ സമ്മാനം കൊടുക്കണം. കൊടുക്കണം. അവിടെ പിന്നെ അമാന്തം കാണിക്കും. അറിഞ്ഞോ? ഇനിയിപ്പോ എന്റെ അടിമയെ കാണാതെ പോയി, ഞാനൊന്നും പറഞ്ഞില്ല, എന്റെ വണ്ടി കാണാതെ പോയി, എവിടുന്നോ പോയി എടുത്തോണ്ട് വന്നു. എന്നെ വെച്ച് കൊടുക്കണം. ആരും എടുത്തോണ്ട്
എന്താ വമൻ അമീല ബിലാ ഷർത്ത്, നിയമമൊന്നും കൂടാതെ, നിബന്ധന കൂടാതെ അമൽ ചെയ്തു, എന്നാലും മിസ്റ്റേക്ക് ചെയ്യാൻ ഒന്നിനും എന്തില്ല, ബന്ധപ്പെടുന്നതല്ല, അർഹനാവുന്നതല്ല. ഫലവും ദഫഅ തൗബൻ ലിഗസ്സാലി, വസ്ത്രം അലക്കാൻ കൊടുത്തു, അലക്കാറുണ്ടായി. ഫഖാല യഗ്സിൽഹു എന്ന് പറഞ്ഞു, ഇതിനെ അലക്കട്ടെ ഒന്നാണെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? വലം യുസമ്മി ലഹു ഉജ്റത, ഇത്ര പൈസ തന്നേക്കാവൊന്നും പറഞ്ഞില്ല, ഇത് അലക്കൊണ്ടൊന്നാണ്, അവിടെ അലക്കൊണ്ടൊന്ന്. എന്നാലും യസ്തഹിഖ് ചെയ്യാൻ ഒന്നും കൊടുക്കണ്ട. എന്താ അല്ലെ പിന്നെ അവിടെ എഴുതിയിട്ടുണ്ട് ഇത്ര റുപ്യ, അത് കൊടുക്കേണ്ടി വരും. ഇതല്ല അവിടെ ഒരാൾ പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു ഷറത്തലി ഇവ തന്നെ എന്ന് പറഞ്ഞു. അല്ല നിങ്ങള് എനിക്ക് 5-10 രൂപ തരാന്ന് പറഞ്ഞോ, നിങ്ങൾ ഷർത്താക്കുന്ന മറ്റുള്ള ഞാൻ ഷർത്താക്കില്ല. ഫാങ്കറ, വസ്ത്രത്തിന്റെ ഉടമ എന്ത് ചെയ്ത് ഇൻകാർ ചെയ്തു. പൽ കൗല് കൗലിൽ മുൻകിരി, ഇൻകാർ ചെയ്തവന്റെ കൗലാണ്. അല്ല ഈ അലക്കാരി പെണ്ണുങ്ങളൊക്കെ വീട്ടിൽ നിന്ന് സാധനം എടുത്തുകൊണ്ടായ പൈസ കൊടുക്കേണ്ടി വരും. അതൊക്കെ ഇവിടെ നാട്ടിൽ അറിയപ്പെട്ട ഇത്രയൊക്കെ ആൾക്ക് വന്നു. മനസ്സിലായില്ല? ഞാനിപ്പോ മക്സൂദ് അഞ്ഞോടായിക്കോട്ടെ ഉപ്പായം കഴുകിക്കൊണ്ടോ, ഉപ്പായം കഴുകിക്കൊണ്ട് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും. എന്താ സ്ഥലം ഇങ്ങനെ ഇടാ, എന്തെന്താ ഇടാ, വെളുപ്പെടുക്കണോ? വേഷ അപ്പൊ ഈ 5 രൂപ ഞാൻ സോപ്പ് പഠിച്ച് അതിന് 10 രൂപ ചെലവായി ഇങ്ങോട്ട് എടുക്കാൻ പറഞ്ഞാല് അത് പോക്കറ്റിൽ നിർത്തും. ആരോ അല്ലെ ആദ്യം ഞാൻ പറഞ്ഞില്ലല്ലോ 10 രൂപ എന്ന് പറഞ്ഞോ, ഇല്ലല്ലോ, പറഞ്ഞ പൈസ കൊടുക്കുക അത്രയും. വലിയ കുല്ലുമിന്നുമ എല്ലാം ഓരോരുത്തർക്കും കൊണ്ട് ഫസുഖാന് പൊളിക്കലുണ്ട്. ലാക്കിനെങ്കിലും മിൻ ഫസഖ പൊളിച്ചു സാഹിബുൽ അമലി, അമലിന്റെ ആളാണ് പൊളിച്ചത്, ജോലിക്കാരൻ പൊളിച്ചു, ബാലശുറു തുടങ്ങിയതിനു ശേഷം. എന്നാൽ ലസിമ ഇവന് നിർബന്ധമാകും ക്രിസ്തു അതിന്റെ ഓരി കൊടുക്കണം. മിനല്ലി വലി ഫീമാ സിവാ ദാലിക, ആ അമൽ ചെയ്ത അല്ലാത്തതിൽ ലാ ശൈഅ അമില. അല്ല തിരിഞ്ഞ ബാബുൽ ലുഖ്തത്ത്, പറക്കിയെടുക്കുക, കളഞ്ഞിട്ടുന്ന സാധനം എടുക്കുക. വല്ല അല്ല പറക്കിയെടുക്കാൻ പറ്റുമോ പറ്റില്ല. ഈ പറക്കിയെടുക്കപ്പെട്ട സാധനം എന്ത് ചെയ്യണം, അതിന്